കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ന്യായമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു അവകാശ സംരക്ഷണ യാത്രയിലാണ്. ഇന്നലെ കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയാണ്. 11-ാം തീയതി ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഈ യാത്ര സമാപിക്കും. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ബജറ്റ്, അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാമെന്ന് കരുതി പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ഞാൻ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആമിർ കോഡൂർ, ആമിർ കോഡൂർ SU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആമിർ കോഡൂർ റിലീസ് തരാം. നോട്ടീസ് അല്ല, റിലീസ് ഇല്ല, നോട്ടീസാണ് തരാം. കോഡൂർ AMIR ആമിർ കോഡൂർ KODUR കോഡൂർ. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സിബി മുഹമ്മദ് സംസ്ഥാന പ്രസിഡന്റാണ്. ജാഥയുടെ ക്യാപ്റ്റനാണ് ഈ വിനീതൻ, വൈസ് ക്യാപ്റ്റനാണ് സിബി മുഹമ്മദ്, SIBI സിബി മുഹമ്മദ്. സംസ്ഥാന ട്രഷററും ജാഥയുടെ ഡയറക്ടറുമാണ് ശ്രീ പോത്തൻകോട് റാഫി. ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് NT ഫലീൽ. ഇനി മലപ്പുറം എന്നുള്ള ഒരു സംസ്ഥാന NT ഫലീൽ. അല്ല, ഞങ്ങൾ യാത്രക്കിടയിലായതുകൊണ്ടേ ഇന്ന് ബജറ്റ് തന്നെ പ്രത്യേകം ഇത് സംഭവിച്ചെങ്കിൽ നോ പ്രോബ്ലം, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി VP സമീർ വരുന്നുണ്ട് സംസ്ഥാന ഭാരവാഹി VP സമീർ. ഓക്കെ, അപ്പോ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ബജറ്റ് 2 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. 2 ലക്ഷം കോടി രൂപ കവിഞ്ഞ ഒരു ബജറ്റാണ് ഇന്ന് നിയമസഭയിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. അത് പൂർണ്ണമായി ഞങ്ങൾ കേൾക്കാത്തതുകൊണ്ട്, യാത്രക്കിടയായതുകൊണ്ട് പൂർണ്ണമായും കാര്യങ്ങൾ പഠിച്ചു പറയാൻ ഇപ്പോൾ സമയമാവാത്തതുകൊണ്ട് എല്ലാ വർഷങ്ങളും ഞങ്ങൾ പറയുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. ഏതായാലും ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിന്റെ റവന്യൂ വരുമാനം 6.1% വർദ്ധിച്ചിരിക്കുകയാണ്. റവന്യൂ വരുമാനം 6% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ധനകാര്യമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത്. ഈ തനത് വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടി സമർത്ഥമായി ഡ്യൂട്ടി നിർവഹിച്ച സർക്കാർ ജീവനക്കാരെ ധനകാര്യമന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുമുണ്ട്. നികുതി പിരിച്ചെടുക്കാൻ പ്രയത്നിച്ച സർക്കാർ ജീവനക്കാരെയും നികുതി നൽകിയ നികുതിദായകരെയും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ഞങ്ങൾ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. അതായത് സർക്കാരിന്റെ റവന്യൂ വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു കെട്ടിച്ചമച്ച, അതല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു പരിചയമായിട്ട് സർക്കാർ ഉപയോഗിക്കുന്നത് ഞങ്ങളൊരു വാദം, ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ വരവുകൾ കുറഞ്ഞു പോകുന്നതുകൊണ്ടല്ല, മറിച്ച് ചെലവുകൾ അനാവശ്യമായി കൂടിപ്പോകുന്നതുകൊണ്ടും ധൂർത്ത് നടക്കുന്നതുകൊണ്ടുമാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി വരുന്നത് എന്നുള്ള ഞങ്ങളൊരു കണക്കുകൂട്ടല്. ഏതായാലും ഇന്ന് അവതരിപ്പിച്ച ബജറ്റില് ഞങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി ഉന്നയിച്ച ഒരു കാര്യം ധനകാര്യമന്ത്രി തിരികെ പരിഗണിച്ചിട്ടില്ല. ഒന്ന്, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ യാത്രയുടെ ഒരു ഉദ്ദേശം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി തികച്ചും ഒരു പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതിനാൽ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അത് പിൻവലിക്കുകയും പഴയ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ലാസ്റ്റ് ഹിമാചൽ പ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുകയും പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരെ 10 വർഷം മുമ്പ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല, ഇന്നും പിൻവലിച്ചിട്ടില്ല. ഇതൊരു അഷ്വർഡ് പെൻഷൻ സിസ്റ്റം സർക്കാർ ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ പങ്കാളിത്ത പെൻഷൻ സർക്കാർ ഇന്നും പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ്
ഞങ്ങളുടെ ഒരാവശ്യം, സർക്കാർ ജീവനക്കാരെ ആവശ്യം അതാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചിട്ട് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങി പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ജാഥയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിക്കുന്നു. സർക്കാർ ജീവനക്കാർ ഏറിയ പങ്കും ആവശ്യപ്പെടുന്നു അതാണ്. അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളുടെ പേരിൽ DGP ഓഫീസ് മാർച്ച് ഉൾപ്പെടെ നിരന്തരം സമരരംഗത്തുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് ഗവൺമെന്റ് പരിഗണിക്കേണ്ട പ്രധാന വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായി നിവേദനങ്ങളിലൂടെയും ഇത്തരം സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എന്നും ശ്രമിച്ചിട്ടുള്ള സംഘടനയാണ് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ. പല ഘട്ടങ്ങളിലും ചില കാര്യങ്ങളിൽ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങളുടെ ഇടപെടൽ മൂലം പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്ഥായിയായി ജീവനക്കാരും സിവിൽ സർവീസ് മേഖലയും നേരിടുന്ന പ്രധാന വിഷയങ്ങളെ അതിനു നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് കഴിഞ്ഞ 10 കൊല്ലമായി സ്വീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പത്തെ LDF ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്ന ഒരു പോളിസിയുടെ ഫലമായി അനിയന്ത്രിതമായ കടമെടുപ്പ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 1957 മുതൽ 2016 വരെയുള്ള കേരളത്തിൽ ഭരിച്ച വിവിധ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ കടമെടുത്ത തുകയുടെ 10 മടങ്ങോളം തുക, എനിക്ക് തോന്നുന്നു അതിന് മുകളിലുള്ളൊരു തുക, 5 ലക്ഷം കോടിക്ക് മുകളിൽ ഇപ്പോ സംസ്ഥാനത്തിന് കടത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. കടമെടുക്കുന്നത് നല്ലതാണ് എന്നും വികസന പ്രവർത്തനങ്ങളുമായുള്ള കടമെടുപ്പ്, അതിനുവേണ്ടിയുള്ള കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റ് അന്ന് അക്കാര്യത്തിൽ സ്വീകരിച്ചത്. പക്ഷേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഉൾപ്പെടെ 9.5% പലിശയ്ക്ക് കടമെടുക്കുന്ന തരത്തിലേക്ക് എവിടുന്ന് പണം കിട്ടിയാലും വാങ്ങിച്ചെടുക്കുന്ന ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് പ്രധാന കാരണം ശമ്പള പരിഷ്കരണങ്ങളിലും പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കുന്ന ആനുകൂല്യങ്ങളുമാണെന്നുള്ളൊരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുകയും അത്തരം ഒരു കാര്യത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇപ്പോൾ തുടർച്ചയായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിന്റെ ഭാഗമായ ഇപ്പൊ തൊട്ട് മുമ്പ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ടാക്സ് കളക്ഷൻ 6.5% കൂടിയെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ആ 6.5% ടാക്സ് കളക്ഷൻ കൂട്ടുവാൻ വേണ്ടി അഹോരാത്രം റോഡിൽ പണിയെടുത്ത, ഓഫീസുകളിൽ പണിയെടുത്ത സർക്കാർ ജീവനക്കാരാണ് അതിന്റെ പിന്നിലെന്നുള്ള കാര്യം ഗവൺമെന്റ് ഒരിക്കലും ഒരിടത്തും പറയാറില്ല. ഇവിടെ വലിയ പ്രളയം ഉൾപ്പെടെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ധാരാളം സംഭവിക്കുമ്പോൾ, അങ്ങനെ ഒരു സ്ഥലമായി നമ്മുടെ സംസ്ഥാനം മാറുമ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ നേരിടാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി അഹോരാത്രം പണിയെടുക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അതേ രൂപത്തിൽ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലെ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരാണ്. കേരളത്തിൽ നിന്ന് ലോകം മുഴുവൻ പ്രശസ്തരായ രീതിയിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ കരയെടുപ്പുള്ള ഒരു സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ, നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന അധ്യാപകർ ഈ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. നമ്മുടെ ക്രമസമാധാനം നിലനിർത്തുന്നതിൽ, നമ്മുടെ റോഡിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണം ലോകം നമ്പർ 1 എന്ന് നമ്മൾ പ്രകീർത്തിക്കുന്ന നമ്മുടെ ഹെൽത്ത് മേഖലയെ ഇങ്ങനെ നിലനിർത്തുന്നത് നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന ഒരു സിവിൽ സർവീസ് വിഭാഗമാണ്. അത് ടാക്സ് കളക്ഷനിൽ ഉൾപ്പെടെ നമ്മുടെ സമസ്ത മേഖലകളിലും ഈ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക്, ഇതിന്റെ നന്മയ്ക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായി പ്രവർത്തിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടും ഈ വിഭാഗത്തിന്റെ ന്യായമായ അവകാശങ്ങളുടെ മേൽ എന്നും ഗവൺമെന്റിന്റെ നിലപാട് എതിരായിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുകയും മുതലാളിത്ത നയങ്ങൾ നിരന്തരം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വൈറ്റ് കോളർ ബഗേഴ്സ് എന്നൊക്കെയാണ് ജീവനക്കാരെ വിളിക്കുന്നത്. വൈറ്റ് കോളർ ബഗേഴ്സ് അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. സംസ്ഥാനത്തിന്റെ ധനം മുഴുവൻ തിന്നു തീർക്കുന്ന വിഭാഗമാണ് ഇവരെന്ന് പറഞ്ഞൊരു പ്രൊപ്പഗൻഡ സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ആകെയുള്ള റവന്യൂ വരുമാനത്തിന്റെ 49.7 ആണെന്ന് തോന്നുന്നു എന്റെ അറിവനുസരിച്ച്. 49% അതാണ് കേരളത്തിലെ ശമ്പളക്കാരും പെൻഷൻകാർ കൂടി ആകെ കൊടുക്കുന്ന ചെലവ്. ബാക്കി 51% തുകയിൽ 20-25%
ഈ അനിയന്ത്രിതമായ കടമെടുപ്പിന്റെ പലിശയായിട്ടാണ് പോകുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇത് പക്ഷെ ഒരിടത്തും പറയപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടമെടുക്കുന്നതിനെ കുറിച്ച് എപ്പോഴും കടമെടുപ്പിനുള്ള പരിധി കൂട്ടണം, കേന്ദ്ര ഗവൺമെന്റ് കടമെടുപ്പിനുള്ള പരിധി കൂട്ടാൻ അനുവദിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് വാദരാതെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഒരു നിയന്ത്രണമില്ലാത്ത കടമെടുപ്പ് ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി എത്രമേൽ തകർക്കുമെന്നുള്ളത് ലോക രാജ്യങ്ങളിൽ പലതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. വിലയില്ലാത്ത നാണയം കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ലോകത്തെ പല രാജ്യങ്ങളും നമ്മുടെ മുന്നിൽ മാതൃകകളായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അനിയന്ത്രിതമായ കടമെടുപ്പിന് മേൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കുന്നൊരു പ്രൊപ്പഗൻഡ സൃഷ്ടിക്കുവാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ രാഷ്ട്രീയമായ അവരുടെ തീരുമാനങ്ങളും പലപ്പോഴും ഗവൺമെന്റിനെതിരായിട്ട് വന്നേക്കാം. എങ്കിൽ കൂടി ജീവനക്കാരുടെയും പൊതുസമൂഹത്തിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ കേന്ദ്രം ഞെരുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ തരാത്തതെന്ന് പറയുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വരുമാനം ഗണ്യമായി കൂടിയെന്ന് പറയുകയും ദുർച്ചെലവുകൾ ധാരാളമായി നടത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്നു. പിൻവാതിൽ വഴി PSC വഴി നിയമനം കിട്ടി ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുമായി മത്സരിച്ച പരീക്ഷകളുടെ പാസ്സായി PSC പരീക്ഷകളുടെ നിയമനം കിട്ടി സർക്കാർ സർവീസിലേക്ക് വരുന്ന ആളുകളും പിൻവാതിലൂടെ നിയമനം കിട്ടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. പിൻവാതിൽ വഴി ധാരാളം ആളുകൾക്ക്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് പിൻവാതിലൂടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരാനുള്ള അവസരം ഒരുക്കുകയും അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ഗവൺമെന്റ് വിതരണം ചെയ്യേണ്ടി വരുമ്പോൾ യഥാർത്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന ഒരു സാഹചര്യത്തിലേക്ക്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് കൊണ്ടെത്തിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ റൂട്ടിലുള്ള വിഷയം എന്താണെന്ന് മനസ്സിലാക്കുവാനോ അത് തിരുത്തുവാനോ സർക്കാർ തയ്യാറാകാതിരിക്കുകയും ദുർച്ചെലവുകൾ വല്ലാതെ കൂടുകയും ചെയ്ത ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ ആഭ്യന്തര വിലസൂചിക അനുസരിച്ച്, വിലവർധനമനുസരിച്ച് ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം കൊണ്ട് കഴിഞ്ഞു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഓരോ 6 മാസം കൂടുമ്പോഴും ആ വിലസൂചിക അനുസരിച്ചാണ് ഒരു നിശ്ചിത ഗഡു DA ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്, ക്ഷാമബത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. പക്ഷെ അതുപോലും ഇത്രയും കുടിശ്ശികയുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല. നമ്പർ വൺ എന്ന് എപ്പോഴും പറയുകയും ജീവനക്കാരന്റെ ക്ഷാമബത്ത, പട്ടിണി ബത്ത എന്ന് പറഞ്ഞു, ആ പട്ടിണി ബത്ത പോലും സമയബന്ധിതമായി കൊടുക്കാൻ കഴിയാതെ 6% DA ഇപ്പോഴും കുടിശ്ശികയായിട്ടിരിക്കുമ്പോഴും ഇവിടെ സാമ്പത്തികമായി ഞങ്ങൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് പൊതുസമൂഹത്തിന് പറയുകയാണ് ബജറ്റിലൂടെ. 2 ലക്ഷം കോടി രൂപ ബജറ്റുള്ള ഒരു സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരന്റെ ഈ ബജറ്റിലെ ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ മുഴുവൻ അത് സർക്കാരിലേക്ക് ആ പണം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിരന്തരം നിഷേധിക്കുകയാണ്. ഇപ്പോൾ ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഈ ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു. കമ്മീഷനെയാണ് പ്രഖ്യാപിച്ചത്. 3 മാസം മാത്രമേ അതിന് സമയം കൊടുത്തിട്ടുണ്ട്. 3 മാസം, ഇതിപ്പോൾ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലേക്ക് എത്തുകയാണ് നമ്മൾ. 3 മാസം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് വരിക. 2026 മെയ് 22 മുൻപ് ഒരു പുതിയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരമേറ്റേ മതിയാകും നിയമപരമായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 3 മാസത്തിനുള്ള റിപ്പോർട്ട് വാങ്ങിച്ച് നടപ്പിലാക്കുമെന്ന് പറയുന്ന ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് നാം ആലോചിക്കും. 24 ലഭ്യമാവേണ്ടതാണ്. 26